ഈ രണ്ടാം ദിനം കലോത്സവം അങ്ങനെ പുരോഗമിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി വിജിൻ വായന്തോട് അവിടെയുണ്ട്. വിജിൻ, രണ്ടാം ദിനത്തിലെ ഗ്ലാമർ ഇനങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് തിരുവാതിരയും നാടകവും അടക്കമുള്ളവ ഉണ്ട് എന്നാണ് അറിയുന്നത്. മാത്രമല്ല, ഈ കണ്ണൂരും തൃശ്ശൂരുമായി പോയിന്റ് നിലയിൽ ഇങ്ങനെ തൊട്ടുരുമയാണ് രണ്ടാം ദിനത്തിൽ. അജിംഷാദ്, എന്തായാലും ഇന്ന് ഗ്ലാമർ ഇനങ്ങൾ, ജനകീയ ഇനങ്ങൾ ഇന്ന് മത്സരത്തിന് എത്തുന്നു എന്നുള്ളതാണ് വലിയ പ്രത്യേകത. വലിയ തിരക്ക് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അനുഭവപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വേദി 1 ഇപ്പോൾ ഒപ്പന ആരംഭിച്ചിട്ടുണ്ട്. വേദി 3 നാടകമാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ നാടകമുണ്ട്. ഒപ്പം തന്നെ മോഹിനിയാട്ടം, കുച്ചിപ്പുടി ഉൾപ്പെടെയുള്ള ഇനങ്ങൾ ഉണ്ട്. അങ്ങനെ ജനകീയ ഇനങ്ങൾ മാറ്റിവെക്കുന്നത് കൊണ്ട് തന്നെ വലിയ തിരക്ക് പ്രതീക്ഷിക്കുകയാണ് ഇന്ന്. എന്തായാലും അല്പസമയം മുമ്പാണ് മത്സരങ്ങൾ ഒക്കെ ആരംഭിച്ചത്. നമ്മളോട് നേരത്തെ മന്ത്രി GR അനിൽ ഉൾപ്പെടെ വ്യക്തമാക്കിയത് സമയകൃത്യത കൃത്യമായി പാലിച്ച് തന്നെ മത്സരങ്ങൾ തീർക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുതന്നെയാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. അപ്പീലുകൾ ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്ത് കൃത്യമായി സമയക്രമം പാലിച്ച് തന്നെ, കൃത്യത പാലിച്ച് തന്നെ മത്സരങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇന്നലെ രാത്രിയൊക്കെ വലിയ തിരക്കായിരുന്നു. സംഘനൃത്തം കാണാൻ ഒക്കെയായി പ്രധാന വേദിയായ MT നിലയിൽ ഒക്കെ ഉണ്ടായിരുന്നത്. മറ്റ് വേദികളിലും സമാനമായ നിലയിലുള്ള തിരക്കുകൾ അനുഭവപ്പെടുകയും ചെയ്തു. ഇന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും പലതരത്തിലുള്ള കലാകാരന്മാർ, പഴയ ആളുകൾ, പുതിയ കാലഘട്ടത്തിലെ അതിൻ്റെ വൈബ് ആസ്വദിക്കാൻ എത്തുന്നവർ ഒക്കെയായി അങ്ങനെ കളറായി തന്നെ തിരുവനന്തപുരത്തെ കലോത്സവം മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ് പ്രത്യേകത. കഴിഞ്ഞ കലോത്സവത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ 5 പ്രാചീന, അതായത് പ്രാദേശിക കലാരൂപങ്ങൾ കൂടി കലോത്സവത്തിൻ്റെ വേദിയാകുന്നു എന്നുള്ളതാണ്. ഇന്നലെ മംഗലംകളി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇന്നും അതിൽ ആ 5 ഇനത്തിൽപ്പെട്ട മത്സര ഇനങ്ങൾ ഉണ്ട്. അങ്ങനെ വ്യത്യസ്തത കൊണ്ടും വലിയ തരത്തിലുള്ള ഒരു ആഘോഷമായി മാറുകയാണ് തിരുവനന്തപുരത്തെ കലോത്സവം എന്ന് പറയുന്നത്. അങ്ങനെ അജിൻഷാ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരും തൃശ്ശൂരും കോഴിക്കോടുമാണ് ഓരോ പോയിന്റുകളുടെ വ്യത്യാസത്തിൽ 214, 13, 12 എന്നീ പോയിന്റ് നിലയിൽ ആണ് ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ട് പിറകിലായി ആലപ്പുഴ ജില്ലയാണ് 207 പോയിന്റുമായി 4ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അങ്ങനെ ആ ആവേശം നമ്മൾ തിരുവനന്തപുരത്തൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ മത്സരത്തിലും കാണുന്നു എന്നുള്ളത് തന്നെയാണ്. ആളുകളുടെ ഒഴുക്കിനും ആഘോഷത്തിനും ഒക്കെ ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ മത്സരങ്ങളുടെ ആവേശം ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കലോത്സവമായി തിരുവനന്തപുരത്തെ കലോത്സവം പൂർണ്ണമായും മാറുകയാണ്. രണ്ടാം ദിവസം അരങ്ങുണർന്നപ്പോൾ തന്നെ എല്ലാ വേദികളിലും സജീവമായി ആളുകൾ എത്തുന്നു. മറ്റ് ആഘോഷങ്ങൾ, പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ ചാനലുകളുടെ ആഘോഷങ്ങൾ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾ ഒക്കെ ആ വഴിക്കും നമ്മുടെ പവിലിയനിലോട് തൊട്ടും ഒപ്പം തന്നെ പുറത്തും ഒക്കെയായി വലിയ തരത്തിലുള്ള ആവേശത്തിൽ ഒത്തുകൂടുകയും ചെയ്യുന്നു. എന്തായാലും നമുക്കിപ്പോൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ സബ് ജില്ലയിൽ നിന്ന് 2 പേർ ഗസലിൽ A ഗ്രേഡ് നേടിയ 2 പേരാണ് നമുക്കൊപ്പം ചേരുന്നത്. അവരുടെ ഗസലും അവരുടെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം. ജിംഷാദ്. ശരി. जब अपना हाल होता, जब अपना हाल होता, जो विशाल यार होता, कभी जान सदके होती, कभी दिल निसार होता, जब अपना हाल होता, जब अपना हाल होता.
ദമഗ मोहब्बत करने वाले कम न होंगे, मोहब्बत करने वाले कम न होंगे, तेरी महफिल में लेकिन तेरी महफिल में लेकिन तेरी महफिल में लेकिन हम न होंगे, मोहब्बत करने वाले कम न होंगे। മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ, മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ, മഴവില്ലി നാട്ടിലെ കന്യകൾ ചൂടുന്ന, മഴവില്ലി നാട്ടിലെ കന്യകൾ ചൂടുന്ന മരതകമാണിക്യമണിയാണോ, അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ, അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ഞാനെന്താ ഇപ്പോൾ പറയണ്ടേ? തീർച്ചയായും നമ്മൾ ഗസലിൻ്റെ രണ്ട് പ്രതിഭകളുടെ ഗസൽ ഗാനമാണ് കേട്ടത്. പ്രണയവും വിരഹവും ഒക്കെയാണ് അതിൽ ഇതിവൃത്തമാകുന്നത്. ഗസലിന് സ്വാഭാവികമായും ഇതിവൃത്തമാകുന്നത് പ്രണയവും വിരഹവും ഒക്കെയാണ്. പക്ഷേ കലഹവും സമരവും ഒക്കെ ഉൾച്ചേർന്ന ഗസലുകളുമുണ്ട്. എന്തായിരുന്നാലും വിവിധ ഭാഷകളിലുള്ള ഗസൽ രീതിയിലുള്ള സംഗീതമാണ് നാം കണ്ടത് രണ്ട് പ്രതിഭകളിൽ നിന്ന്.